ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുകാച്ചി ആയിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അല്ലേ. അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. അതിനായിട്ട് നമുക്ക് ആദ്യം മിക്സിൻ്റെ പൊടിക്കുന്ന ജാറങ്ങ് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരവത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ കപ്പിലാണ് തേങ്ങ ചിരവത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലൊരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെയാണ് ഇത് ചതച്ചെടുത്തിട്ട് വരുന്നത്, അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 250 ml കപ്പായതുകൊണ്ടാണ് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 500, അതായത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കപ്പിൽ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി അത് കട്ടയില്ലാണ്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ, കുഞ്ഞുള്ളി, ചെറിയ ജീരകമുള്ള ആ ഒരു കൂട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റാണ് ഉപ്പിൻ്റെ അളവ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ബാറ്റർ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അങ്ങ് ചൂടാവാൻ വെക്കാം അല്ലേ. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് എല്ലാ സൈഡിലേക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 8-10 കുഞ്ഞുള്ളി ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞത് അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പില അതും പൊടിപൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊന്നും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു നിറാവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് അങ്ങ് വഴണ്ടി വന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അരിമാവിൻ്റെ ആ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അരിമാവാണ് പെട്ടെന്ന് അങ്ങ് കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് തിക്കാക്കി എടുക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി തിക്കാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടും. ഇങ്ങനെ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് എണ്ണ അങ്ങ് തടവി കൊടുക്കാം കേട്ടോ. മൊത്തമായിട്ട് അങ്ങനെ എണ്ണ തടവി കൊടുത്തില്ല. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ അരിമാവിൻ്റെ ഈ കൂട്ടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് നിരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം അല്ലേ. അപ്പം നമുക്കിതൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പാണോ വേണ്ട ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അങ്ങ് ചൂടാവാൻ വെക്കാം കേട്ടോ. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഓരോരോ പീസ് നമുക്ക് നമ്മുടെ ഈ ഒരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കുറച്ച് മുരിഞ്ഞ് വരുന്ന ആ ഒരു ടൈമിന് അത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നമുക്ക് അതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അത് ഏകദേശം ഒരു ലൈറ്റ് കളറൊന്ന് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടൈം നമുക്ക് പാനിൽ അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഇതുപോലെ കളറൊന്ന് മാറി വന്നതിന് ശേഷമാണ് അത് നമുക്ക് കോരിയെടുക്കേണ്ടത്. അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് അതൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അല്ലേ. അപ്പോൾ ഇത് പുറത്ത് കാണാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സ്നാക്സ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് അങ്ങോട്ടേക്ക് മാറ്റി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മൊത്തമായിട്ട് ഇവിടെ അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.